നോർമൽ റോസ് വരയ്ക്കാം. ഹൗ വുഡ് ഇറ്റ് ലുക്ക് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് വരച്ച് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് വരയ്ക്കുന്നത് ഒരു കേർവ്ഡ് ലൈനും ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെന്ന് ഒരു എസ് പോയിട്ട് ഇതിനെ ഒന്നുകൂടെ ഈ ഒരു പർട്ടിക്കുലർ കേർവില്ലേ, കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി കൊടുക്കണ്ടേ ഞാൻ ആ കേവ്, കാരണം ഗ്യാപ്പും ഇല്ലെങ്കിൽ അതൊരു രസം ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ കൊണ്ടുപോകും. ഇനി നമുക്ക് ഇവിടെ ഒരു യു പോലെ കൊടുത്തിട്ട് ജസ്റ്റ് യു പോലെ കേട്ടോ, ആൽഫബറ്റ് യു കൊടുത്തിട്ട് അതിനൊന്ന് ശരിയാക്കാം. ഇനി ഈ രണ്ടും കുറച്ചും കൂടെ ഒന്ന് നമുക്ക് വൈഡാക്കി കൊടുക്കാം, ലൈക്ക് ദിസ്. സോ ഇത്രയായില്ലേ. ഇനി ഈ ലൈനിൻ്റെ ഇവിടെ നിന്ന് ഒരു ലെയർ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരും തോറും അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് വരണം. ഓക്കെ, സെയിം ഈ സൈഡിൽ ഇവിടെ നിന്ന് കൂടി അടുത്തത് വരച്ചു. അപ്പോൾ ദിസ് ഇസ് ലെയർ 2. ഇനി നമുക്ക് ചെയ്യാൻ പോണത് ഇങ്ങനെ ഇവിടെയും കൂടെ ഒന്ന് ക്ലോസ് ആക്കി കൊടുത്തു, ഈ മോൾ ഭാഗത്ത് ഒരു ഹാർട്ട് ഷേപ്പ് പോലെ വരച്ചിട്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ ഒരു ലോങ് എസ് പോലെ കൊടുക്കുക. ഓക്കെ, ഒരു ലോങ് ഇങ്ങനെ അധികം നീളമുള്ളൊരു എസ് പോലെ കൊടുക്കുക. ആൻഡ് ദെൻ ഇവിടുന്ന് വീണ്ടും ഈ ലൈൻ ഇങ്ങനെ ഈ ഒരു ഹാർട്ടിൻ്റെ ഇതിനെങ്ങനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ഇനി ഉള്ളിലേക്ക് ഇങ്ങനെ ഇവിടെ ഒരു കേവ് കൊടുത്തിട്ട് ഉണ്ടോ, ഇങ്ങനെ ഒരു ഓവൽ, ആ ഓവലിൻ്റെ രണ്ട് വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു സ്പൈറൽ മാത്രം കൊടുത്താൽ മതി. സോ ദിസ് ഇസ് ജസ്റ്റ് എൻ ഔട്ടർ ലൈൻ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഡിസൈൻസ് വരും. അതെങ്ങനെയാണ്, ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ ഒരു എം പോലെ, ഒരു ആർച്ച്, ആ ആർച്ചിൽ നിന്ന് ഒരു എം പോലെ കൊണ്ടുവരിക. എന്നിട്ട് ആ അറ്റത്തിന് ഒന്നുകൂടെ ഈ അടിഭാഗത്ത് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തുനിന്നും ഇങ്ങനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാം. ഇങ്ങനെ ആർച്ചസ് നിറയെ കൊടുത്തിട്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ ഇത്രയും ലോnger പോർഷൻ വേണ്ട നമുക്ക്. ഇതിനൊന്ന് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു റോസ് ഫ്ലവറായി കിട്ടും. ആൻഡ് റോസ് ഫ്ലവറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെമ്മ് വരച്ച് കഴിഞ്ഞാൽ അതിനടുത്ത് ചെയ്യേണ്ടത് ഇങ്ങനെ എപ്പോഴും അതിൻ്റെ താഴെ ഒരു ലീഫ് പോലത്തെ ആ ഒരു ഗ്രീൻ തിങ് ഉണ്ടാവും. സോ ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിനി ഔട്ട്ലൈൻ ഇടുമ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ആദ്യം ഇനി ഈ ഒരു പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു യു പോലെ വരയ്ക്കാം, ഒരു ചെറിയ ഇത്തിരി ഓപ്പൺ ആയിട്ടുള്ള യു വരയ്ക്കാം. ആ യുവിൻ്റെ സെൻറ്ററിൽ നിന്ന് നല്ല കേർവായിട്ടുള്ളൊരു ലൈൻ ഇതിൻ്റെ അറ്റത്തൂടെ പോയിട്ട് ഇങ്ങനെ കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ മിഡ് വേന്ന് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയും കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഓപ്പൺഡ് ഒരു യുവിലും അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഒരു ഓപ്പൺ ലൈൻസ് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നിന്നും അടുത്തത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ യു ഗെറ്റ് അനദർ ലെയർ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ ആക്കി, ഇങ്ങനെ കേട്ടോ അത് വരിക, ഹാർട്ട് ഷേപ്പ് പോലെ ആക്കിയിട്ട് നമ്മളതിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലോങ് എസ് വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ലെയർ. ഇനി ഒരു ലെയർ ഇങ്ങനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അതിന് മുന്നേ
ഇങ്ങനെ നടുവിൽ, എക്സാക്റ്റ് നടുവിൽ ഒരു ഓവൽ വരയ്ക്കുക. ആ ഓവലിന് ഈ 2 അറ്റത്തേക്കുള്ള ഇതിലേക്ക് ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ലൈന്, ഇപ്പുറത്തും ഒരു കർവ്ഡ് ലൈൻ വരച്ചു. ഇനി നടുവിൽ ഒരു സിമ്പിൾ സ്പൈറൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾ ഔട്ടറിലേക്കാണ് പോകുന്നത്. ഔട്ടറിലേക്ക് പോകുമ്പോൾ ഈ ഒരു പോയിന്റില്ലേ, നമ്മൾ ആ ഒരു ഹാർട്ട് വരച്ചതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു എം പോലെ കൊണ്ടുവന്ന് യു മേക്ക് ഇറ്റ്, ഇതിന് താഴെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കർവ്, ഒരു വളവ് കൊടുക്കും, ചെറിയൊരു വളവ്. എന്നിട്ട് ആ വളവിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ ബ്രേസസ് ഒക്കെ ഇടില്ലേ, ഇങ്ങനത്തെ ഒരു ബ്രേസസ് ഡിസൈൻ അതുപോലെ വരച്ച് കൊടുക്കുക. ഇനി ഈ പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു ലൈൻ, ഇങ്ങനെ ഒരു ഹില്ല് പോലെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ കുറച്ചിങ്ങനെ ചെറിയ ചെറിയ ആർച്ചസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. സോ ദിസ് ഇസ് എ സിമ്പിൾ റോസ്. റോസ് എന്ന് പറയുമ്പോൾ റോസിന് എപ്പോഴും ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ അവിടെ ചെറിയ 2 ഇലയല്ല, അതിൻ്റെ താഴത്തെ കവേഴ്സിൽ വരുന്നതാണ്, അതുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഇനി എക്സ്ട്രാ പെൻസിലിൻ്റെ മാർക്സൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് കളറിങ്ങിലേക്ക് കിടക്കാം. സോ ജസ്റ്റ് ഇറേസിങ് ദ പെൻസിൽ പാർട്ട് ഫസ്റ്റ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കളറിങ്. അറ്റത്തൊക്കെ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബഡ് വരച്ച സമയത്ത് ആ പേർപ്പിൾ കൊടുത്തില്ലേ, പേർപ്പിൾ കൊടുത്ത പോലെ ജസ്റ്റ് ഗിവിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് റെഡ് മാത്രമായിട്ടും കൊടുക്കാം. ഐ ഓൾവേസ് വോണ്ട് വരയ്ക്കുമ്പോൾ ഒരു ഷെയ്ഡ് എല്ലാവിടെയും ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇറ്റ് ഷോസ്, നമ്മുടെ പിക്ചറിനെ ഒന്ന് എലിവേറ്റ് ചെയ്യും. ഇതുപോലത്തെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ കളർ ഷെയ്ഡ്സൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരുപാടായില്ലേ കളർ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യണം. യു ക്യാൻ ഓൾസോ ട്രൈ എക്സ്പെരിമെൻറ്റ്. ഇതിലിപ്പോൾ ഒരു യെല്ലോ ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്കായിരിക്കും ആ ഫ്ലവറിന് ഉണ്ടാവുക. അപ്പം ഞാൻ ഷെയ്ഡായിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ചെയ്യണത്. എല്ലാ ബ്ലാക്ക് വന്നവിടെയൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്പേസിലായിരിക്കും ഞാൻ നല്ല റെഡ് കളർ കൊടുക്കുന്നുണ്ടാവുക. സോ ഇങ്ങനെ സ്റ്റാർട്ട് ഫ്രം ദ സെൻറ്ററിൽ വെച്ചിട്ട് റെഡ് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോവാണ്. ഞാനൊന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ടോ, നമ്മൾ ഓറഞ്ച് കൊടുക്കുമ്പോൾ അതിനൊരു നല്ലൊരു ഭംഗി വരുന്നത് കണ്ടോ, ഒരു ഡബിൾ ഷെയ്ഡ് എല്ലാം വരുന്നത്. നോർമൽ ഒരു ഫുൾ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി കിട്ടില്ല. സോ യു ഹാവ് എ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അപ്പോൾ ഒരു ലൈറ്റൊക്കെ തട്ടുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഷെയ്ഡ് പോലെയാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ദെൻ ഐം ജസ്റ്റ് ട്രൈയിങ് എ ഡിഫറെൻറ്റ് ഒരു ഓറഞ്ച് ആൻഡ് റെഡ് ഷെയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇഫ് യു വോണ്ട് ട്രൈ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്കറിയാം, ഇന്ന ഫ്ലവേഴ്സ് ഇന്ന കളേഴ്സിലാണ് ഉള്ളത്. ഇപ്പോൾ പ്ലെയിൻ വൈറ്റ് ഫ്ലവർ ആണെങ്കിൽ യു ക്യാൻ സീ ഹിയർ ആൻഡ് ദർ ഒരു യെല്ലോൻ്റെ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡൊക്കെ നമ്മൾ നാച്ചുറലി നമ്മൾ ചെടികളിൽ നോക്കുമ്പോൾ നമുക്കതിനെ കാണാൻ പറ്റും. സോ യു ക്യാൻ ഓൾസോ ക്രിയേറ്റ് യുവർ ഓൺ വേർഷൻസ് ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് കളർ പാലറ്റ്. യാ കണ്ടോ. സോ ദിസ് ഇസ് മൈ റോസ് ഫോർ ദ ഡേ.
ആൻഡ് ഞാൻ ലീഫിനും ഐ എം ഗോണ ട്രൈ സംതിങ്. ലീഫല്ല, ഈ ഒരു ഇതിൽ ഒരു ഹാഫ് യെല്ലോ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നടുവിൽ ഇങ്ങനെ നല്ല യെല്ലോ കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് നല്ലൊരു യെല്ലോ ഹാഫ് വേ കൊടുക്കണം. ദിസ് ഇസ് ഫ്യൂ ഷെയ്ഡിങ് ടെക്നിക്സ് ദാറ്റ് ഐ എം ട്രൈയിങ് കേട്ടോ. ഞാൻ പതുക്കെ കളറ് ഫില്ല് ചെയ്ത് കണ്ടോ. ഈ യെല്ലോൻ്റെ മുകളിലും ഒരു ചെറിയ ഷെയ്ഡ് ഓഫ് ഗ്രീൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇനി ഫസ്റ്റ് നമുക്ക് കളർലെസ് ആയിട്ടുള്ള വൈറ്റ് വരുന്ന ഭാഗങ്ങളിൽ ഗ്രീൻ കൊടുക്കുക. ഫസ്റ്റ് അങ്ങനെ ചെയ്യാം. എന്നിട്ട് പതുക്കെ വളരെ ലൈറ്റായിട്ട് ആ യെല്ലോൻ്റെ മുകളിൽ കൂടെ കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡബിൾ കൈൻഡ് ഓഫ് ഷെയ്ഡ് കിട്ടുക. ഐ ടെൽ യു വൺസ് അഗൈൻ. ഇത് ഇപ്പം നമ്മുടെ ഈ ലീഫിൻ്റെ പകുതി ഭാഗത്തല്ലേ നമ്മൾ യെല്ലോ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ വൈറ്റ് ഉള്ളവിടെയൊക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് ഗ്രീൻ ഷെയ്ഡിങ് കൊടുക്കുക, വളരെ ലൈറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി ബാക്കിയുള്ളതിൻ്റെ മുകളിലേക്കും കൂടെ ലൈറ്റായിട്ട് ആ കളറും കൂടെ ഇറക്കുക. ഉണ്ടോ? സോ യു ഗെറ്റ് റോസ്, ബ്യൂട്ടിഫുൾ റോസ്. ഞാനതിൽ റോസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.